ആഗോള അയ്യപ്പ സംഗമത്തിന് പ്രതിനിധികളെ അയക്കുമെന്ന് NSS പറയുന്നു. വിഷയത്തിൽ നേരത്തെ പറഞ്ഞ നിലപാട് തന്നെയാണ് NSSനെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. കരയോഗങ്ങൾക്ക് സ്വതന്ത്രമായ അഭിപ്രായമുണ്ടെന്നും അതാകും എതിർപ്പായി ചിലയിടങ്ങളിൽ വരുന്നതെന്നും G. സുകുമാരൻ നായർ. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ടോബി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ NSS അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതിൽ എടുത്തു പറഞ്ഞ ഒരു ഉപാധികളോടുകൂടിയുള്ള പിന്തുണയാണ് NSS മുന്നോട്ട് വെച്ചത്. അതിൽ എടുത്തു പറഞ്ഞിരുന്നത് ഇതിൻ്റെ സംഘാടക സമിതിയിൽ രാഷ്ട്രീയമുണ്ടാകാൻ പാടില്ല. ഈ സംഘാടക സമിതിയിലടക്കം എടുക്കുന്നവരെ അത് അയ്യപ്പ ഭക്തർ തന്നെ ആയിരിക്കണം. അയ്യപ്പ ഭക്തരുടെ വികസനം, ക്ഷേമം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികളായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പാടുള്ളൂ. ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വികസനങ്ങളിൽ അങ്ങനെയുള്ള നിലപാടുകളായിരിക്കണം ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളൊരു ഉപാധി വെച്ചുകൊണ്ടുള്ളൊരു പിന്തുണയാണ് നൽകിയിരുന്നത്. എന്നാൽ അതിൽ നിന്നും ഒരു പടി കൂടി കടന്നുകൊണ്ട് ഈ സംഗമത്തിന് പ്രതിനിധിയെ അയക്കും, ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങളിൽ പ്രതിനിധിയെ അയക്കുമെന്ന് കൂടി ഇപ്പോൾ സുകുമാരൻ നായർ വ്യക്തമാക്കിയിരിക്കുന്നു. നമ്മൾ അദ്ദേഹവുമായി രാവിലെ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഫോണിൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിനിധി സംഘത്തെ അയക്കും, നിലപാടുകൾ കൃത്യമായി പറയും. അതോടൊപ്പം തന്നെ ചില പ്രതിഷേധങ്ങൾ ഈ ശാഖകളിൽ നിന്ന് അടക്കം NSS കരയോഗങ്ങളിൽ നിന്നടക്കം ഉയർന്നു വരുന്നുണ്ട്. അത് അവരുടെ സ്വതന്ത്ര നിലപാടാണ്. അവർക്ക് അങ്ങനെ പറയാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് എന്തായാലും അത് പൂർണ്ണമായിട്ടും അതൊരു NSSൻ്റെ ഒരു നിലപാടല്ല. അത് ഈ ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള നിലപാടുകൾ തന്നെയാണെന്നാണ് ഇപ്പോൾ സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സർക്കാരിന് ഒരു അല്പം ആശ്വാസം ഉണ്ടാകുന്ന ഒരു നിലപാടാണ് NSSൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.